പ്രശാന്ത് മലവയലിലേക്ക്. പ്രശാന്ത് മലവയൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിനോടനുബന്ധിച്ച് അവർക്ക് നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ന്യായമായിട്ടുമുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണോ? ഇപ്പോൾ കേരളത്തിൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞാണ് സമരം നടക്കുന്നത്. CTUവിൻ്റെ ആശാ വർക്കേഴ്സ് ഫെസിലിറ്റീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന സമരത്തിൽ സ്ഥിരം ജീവനക്കാരായി അവരെ പരിഗണിക്കണം, അവരെ സ്കീമിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള ടാഗ് മാറ്റണം, അവരെ മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം, അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണം, വിരമിക്കൽ പ്രായം ഉയർത്തണം, അവർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണം. ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്ത്രപരമായ മൗനം പാലിക്കുകയാണോ? യഥാർത്ഥത്തിൽ ഒരു കേന്ദ്ര സ്കീമാണ് ഈ ആശാ വർക്കേഴ്സ് എന്ന് ഇരിക്കെ. ഒരിക്കലുമല്ല. ഇത് മനഃപൂർവ്വം വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച് ഈ പാവങ്ങളെ വീണ്ടും ദുരിതക്കയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം മാത്രമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ഏറ്റുപിടിക്കുകയാണ് CITU എന്ന് പറയുന്ന പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആശാ വർക്കർമാർ കഴിഞ്ഞ 18 ദിവസമായി സമരം ചെയ്യുന്നു. ഈ 18 ദിവസവും അവർക്ക് 232 രൂപയെ വേതനമുള്ളൂ എന്നുള്ളത് ഈ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഈ 232 രൂപയും ഈ 18 ദിവസവും നഷ്ടപ്പെട്ടു. ഏകദേശം 4,600 രൂപയോളം അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതൊരിക്കലും തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ആരാണത് തിരിച്ചു കൊടുക്കുക എന്നറിയില്ല. എന്തായാലും അത് പോയിട്ടുണ്ട്. എന്താണ് ആശാ വർക്കർമാരുടെ പണി? ആശാ വർക്കർമാർ രാവിലെ എണീറ്റ് അവരുടെ വാർഡുകളിൽ, നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിൻ്റെ വ്യാപ്തിയും വലുപ്പവും ഒക്കെ മാഡം സൂചിപ്പിച്ചല്ലോ, മിനി എന്ന് പറയുന്ന സഹോദരി സൂചിപ്പിച്ചല്ലോ, അതിൻ്റെ വ്യാപ്തവും ആഴവും പരപ്പും ഒക്കെ അവർ സൂചിപ്പിച്ചല്ലോ. അവർക്ക് കിട്ടേണ്ടിയിരുന്ന കുടിശ്ശിക, രാവിലെ മുതൽ പണിയെടുക്കുന്ന, ഏതെങ്കിലും വാഹനത്തിൽ പോയിട്ടല്ല അവർ പണിയെടുക്കുന്നത്, അവർ നിരന്തരം ഇങ്ങനെ കാൽനടയായി യാത്ര ചെയ്ത് ഓരോ വീടുകളും സന്ദർശിച്ച് ആ വീടുകളിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി അത് സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്തി, ആരോഗ്യ മന്ത്രാലയത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ആരോഗ്യ മന്ത്രാലയത്തെയും ബോധ്യപ്പെടുത്തി, പ്രതിരോധ മരുന്ന് കൊടുക്കേണ്ട ആളുകൾക്ക് പ്രതിരോധ മരുന്നുകൾ കൊടുത്ത്, കുത്തിവയ്പ്പ് കൊടുക്കേണ്ട ആളുകൾക്ക് കുത്തിവയ്പ്പ് കൊടുത്ത്, ഇങ്ങനെയെല്ലാം ദൈനംദിനം ഏകദേശം 10-12 മണിക്കൂറുകളോളം വെയിലും മഴയും കൊണ്ട് നടന്ന് പണിയെടുത്ത് ആ പാവപ്പെട്ട അമ്മമാർക്ക് കൊടുക്കേണ്ടുന്ന ശമ്പളം അത് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഈ കഴിഞ്ഞ 10-18 ദിവസമായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പാവങ്ങൾ സമരം ഇരുന്നത്. സമരത്തിന് വാസ്തവവുമാണ്. എന്നാൽ അങ്ങ് ഇടയ്ക്ക് ശമ്പളം അങ്ങനെ പോലെ ശമ്പളം എന്ന് പറഞ്ഞു തീർക്കാം. കൂലി സാധാരണ നാട്ടിൽ നടക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ കേന്ദ്രത്തിന്റെ സ്കീമായ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾക്ക് ഓണറേറിയമാണ്. വഴി തിരിച്ചുവിടല്ലേ? അത് ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം അങ്ങനെയല്ല, CITUവിന്റെയും ഇപ്പോൾ ഇരിക്കുന്ന മിനിയുടെയും ആവശ്യം അവർക്ക് ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ്. ശമ്പളം കൊടുക്കേണ്ടതാണ്. കഴിഞ്ഞ 3 മാസക്കാലം അത് കേരളത്തിൽ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. പ്രശാന്തന്റെ ചോദ്യത്തിന് ഉത്തരം നൽകണം. വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരുപാട് കൃത്യബാഹുല്യമുള്ള, ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരുന്ന ഈ ആശാ വർക്കർമാർക്ക് ഇപ്പോൾ ഓണറേറിയമായി കേന്ദ്ര സർക്കാർ നൽകുന്നത് 2000 രൂപയാണ്. ശരിയല്ലേ? തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. ഈ സ്കീം പ്രകാരം 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് മുടക്കേണ്ടത്. കേന്ദ്രത്തിൻ്റെ ഈ സ്കീം പ്രകാരം കേരള സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടത് എത്ര രൂപയാണ്? പ്രശാന്ത് മലവയൽ അങ്ങ് പറയൂ. ഓണറേറിയമായി അങ്ങ് പറഞ്ഞതുപോലെ ശമ്പളമല്ല. അങ്ങനെയല്ല, അതിലേക്ക് ഞാൻ വരാം. ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ അല്ലല്ല, ഞാനതിലേക്ക് വരാം. ഞാനതിൽ മാറിപ്പോകുന്നില്ല. അതായത് ഈ പബ്ലിക് ഹെൽത്ത് ആരുടെ കീഴിലുള്ളതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിലുള്ളിൽ 35 ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുള്ളത് ആരാണ്? സംസ്ഥാന സർക്കാർ. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ മാത്രം സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തത്? അത് മുഴുവൻ ബാക്കി കാര്യങ്ങളിൽ എല്ലാ പണികളും ഈ ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നു. 35 പണി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നു. 232 രൂപയെ കൊടുക്കുള്ളൂ എന്ന് മാത്രം സംസ്ഥാന സർക്കാരിന് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇത് തെറ്റാണ്. പബ്ലിക് ഹെൽത്ത് സംസ്ഥാനത്തിന്റെ സബ്ജക്റ്റ് ആണ്. കേന്ദ്രമല്ലല്ലോ, സംസ്ഥാന സർക്കാരല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇനി എന്റെ ചോദ്യത്തിനൊക്കെ മറുപടി പറയൂ.
ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് ആരാണ്? മറ്റത് ഇൻസെൻറ്റീവുകളാണ്. ആ ഇൻസെൻറ്റീവുകളാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് 9,500 രൂപ ഇൻസെൻറ്റീവുകൾ മിനിമം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നാണ്. 9,500 രൂപ ഇൻസെൻറ്റീവുകൾ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. കോമൺ പോളിസി ഉണ്ട്. ഇനി അങ്ങ് പറയൂ, ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് ആരാണ്? ഇൻസെൻറ്റീവുകൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വർദ്ധിപ്പിക്കാം. ഇതിൽ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ? അരുൺ സാറേ, കഴിഞ്ഞ 10-18 ദിവസമായി ഇന്നലെയല്ലേ ഓണറേറിയം കുടിശ്ശിക ഉണ്ടായിരുന്നത് കൊടുത്തത്? അതെന്തായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത് കൊടുക്കാൻ എന്തായിരുന്നു ഇവർക്ക് പ്രശ്നം? എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് 100 കോടി രൂപ NHMന്റെ പേരിൽ കുടിശ്ശികയാണെന്നാണ് മന്ത്രി പറയുന്നത്. NHMന്റെ കുടിശ്ശിക 100 കോടി ഉണ്ടെന്ന് പറയുന്നു. മാത്രമാണ് ഇതുകൊണ്ട് ഉപകരിക്കുന്നത്. നോക്കൂ, ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ, പബ്ലിക് ഹെൽത്ത് സംസ്ഥാനത്തിന്റെ സബ്ജക്ട്, അവരാണ് ഓണറേറിയം കൊടുക്കേണ്ടത്, അവരാണ് അത് നിശ്ചയിക്കേണ്ടത്. എത്ര തുക എന്നുള്ളതും എത്രയാണ് കൊടുക്കേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിൽ കൂട്ടി കൊടുക്കുന്നുണ്ടല്ലോ. ആന്ധ്രാപ്രദേശിൽ കൂടുതലാണല്ലോ, ഒഡീഷയിൽ കൂടുതലാണല്ലോ, ഒറീസയിൽ കൂടുതലാണല്ലോ. അതെന്താണ് ഇവിടെ കൂടുതലില്ലാത്തത്? സംസ്ഥാനം കൊടുക്കേണ്ടത് സംസ്ഥാനം കൃത്യമായി കൊടുക്കണം. 700 രൂപ എന്നുള്ള മാനദണ്ഡം നിശ്ചയിക്കണം. ഇവർക്ക് 700 രൂപ മാനദണ്ഡം ആര് നിശ്ചയിക്കണം? 700 രൂപ എന്തായി നിശ്ചയിക്കണം? 700 രൂപ എന്തായി നിശ്ചയിക്കണം? സംസ്ഥാനങ്ങളിലും ഓണറേറി, അതായത് 700 രൂപയെങ്കിലും ഒരു മിനിമം വേതനം ഇവർക്ക് കിട്ടണ്ടേ? അല്ലല്ല പ്രശാന്ത്, ആ വാക്കുകളൊക്കെ പ്രശ്നമാണ്. കാരണം മിനിമം വേതനം എന്ന് പറഞ്ഞാൽ ഇവരെ വേജസ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. വേജസ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരാണോ? 35 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് പണിയെടുപ്പ്, അത് ഇൻസെന്റീവുകളാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇൻസെന്റീവുകളായിരിക്കും. മിനിമം വേതനം 700 ആക്കാൻ കഴിയില്ല. മിനിമം വേതനം സംസ്ഥാന സർക്കാർ 700 ആക്കാൻ കഴിയുമോ പ്രശാന്ത്? അത് സംസ്ഥാന സർക്കാരിനല്ലോ, കേന്ദ്ര സർക്കാരിനല്ലേ കഴിയുക. കൊണ്ട് കേരളത്തിൽ പണിയെടുപ്പിക്കുന്നത് അല്ലല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നേരത്തെ മേഡം സൂചിപ്പിച്ചല്ലോ, മറ്റ് പണികൾക്ക് പോകുന്നതിന്, മറ്റ് തൊഴിലെടുക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രശ്നമില്ല. അപ്പൊ ഇൻസെന്റീവ് കൊടുക്കണം. മറ്റ് ജോലികൾ ചെയ്യുന്നതിൽ അവരെ വിലക്കിയ സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ഇൻസെന്റീവ് കൊടുക്കണം എന്നതാണ് പ്രശാന്തിന്റെ അഭിപ്രായം. ഞാനത് മനസ്സിലാക്കുന്നു. അതാണ് അതിന്റെ സാങ്കേതികമായതാണ് ശരി പ്രശാന്ത്. കാര്യം മിനിമം വേജസ് ആക്ട് നടപ്പിലാക്കാൻ കഴിയില്ല. അത് സംസ്ഥാന സർക്കാരിന് കഴിയില്ല, കേന്ദ്ര സർക്കാരിനെ കഴിയൂ. അത് കേന്ദ്രം ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് പ്രശാന്ത്? അതിനങ്ങ് ഉത്തരം പറയൂ. ഞാൻ മറ്റു ചോദ്യം CPM-നോട് ചോദിക്കാം. മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ എന്തുകൊണ്ടാണ് ഈ ആശാ വർക്കർമാരെ ഉൾപ്പെടുത്താൻ കഴിയാത്തത്? അതങ്ങ് പറയൂ. മാനദണ്ഡങ്ങൾ ഈ പാവങ്ങൾക്ക് നിശ്ചയിച്ചതാരാണ്? അല്ലല്ല, മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ 700 രൂപ കിട്ടത്തക്ക രീതിയിൽ ഇവരെ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് എന്താണ് ബുദ്ധിമുട്ട്? അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പബ്ലിക് ഹെൽത്ത്, അതായത് ഇവിടുത്തെ ആരോഗ്യ മേഖലയിലാണ് ഇവർ പണിയെടുക്കുന്നത്. ഈ കേന്ദ്ര സ്കീമിൽ പണിയെടുക്കുന്ന ഇവർക്ക് മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ സംസ്ഥാന സർക്കാരിന് വേജ് കൊടുക്കാൻ കഴിയുമോ? പ്രശാന്ത് മലവേൽ, എന്റെ ചോദ്യം അങ്ങ് കേൾക്കുന്നുണ്ടോ? മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? എന്താണ് കഴിയാത്തത്? എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഈ സ്കീം കേന്ദ്രത്തിന്റെ അല്ലേ? കേന്ദ്ര സ്കീമിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ സംസ്ഥാന സർക്കാരിന് തൊഴിലാളികളെ പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഇവരെ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് രാജ്യത്തെ മുഴുവൻ ആശാ വർക്കർമാരെയും കേന്ദ്രം എടുത്തിരിക്കുന്നത്. കേന്ദ്രം അവരെ സന്നദ്ധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായി കേന്ദ്രം കണക്ക് കൂട്ടുന്ന ഇവരെ സംസ്ഥാന സർക്കാരിന് തൊഴിലാളികളായി പരിഗണിക്കാൻ കഴിയുമോ പ്രശാന്ത്? അവിടെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞല്ലോ. അതായത് കേരളത്തിൽ ഈ ആളുകളെ കൊണ്ട് ഇരട്ടിയിലധികം പണിയെടുപ്പിക്കുന്നത് ആരാണ്? അത് രണ്ടാമത്തെ വിഷയമാണ്. അവിടെ ഇൻസെന്റീവുകൾ കൂട്ടിക്കൊടുക്കാൻ താങ്കൾക്ക് ആവശ്യപ്പെടാം. എന്റെ നേരിട്ടുള്ള 2 ചോദ്യങ്ങൾ. ഓണറേറിയം വർദ്ധിപ്പിക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനല്ലേ പറ്റൂ. നമ്പർ 2, ഇവരെ വേജസ് ആക്ടിന്റെ പരിധിയിലുള്ള തൊഴിലാളികളായി പരിഗണിക്കണമെങ്കിലും കേന്ദ്ര സർക്കാരിനെ അതിൽ ഭേദഗതി വരുത്തേണ്ടത്. ഈ 2 ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകും. സംസ്ഥാന സർക്കാരിന്റെ ചോദ്യം നമുക്ക് CPM-നോട് ചോദിക്കാം. എന്റെ ഈ 2 ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകും. ഓണറേറിയം കൂട്ടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? കേരളത്തിന് മാത്രം വേറൊരു പോളിസി കേന്ദ്രത്തിന് കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ല, അതാണ് എന്റെ ചോദ്യം. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇവരെ തൊഴിലാളികളായി പരിഗണിച്ചിട്ടുണ്ടോ? അല്ല, തൊഴിലാളികളായിട്ട് പരിഗണിച്ചിട്ടല്ലാന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ അവരെ തൊഴിലാളികളെ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവരെ മിനിമം വേജസ് ആക്ടിൽ കൊണ്ടുവരിക? സംസ്ഥാനങ്ങളിൽ യാതൊരു തരത്തിലുള്ള അല്ല
മിനിമം വേജസ് ആക്റ്റിൽ കൊണ്ടുവരേണ്ടത് ഇവർ രാവിലെ ഇറങ്ങിയിട്ട് രാത്രി 12 മണി വരെ പണിയെടുക്കുന്ന ആളുകളാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്. അതാര് നിശ്ചയിച്ചതാണ്? ഇവർക്ക് 2-3 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പണി രാത്രി വരെ പണി എടുപ്പിച്ചാൽ ചോദിക്കാനുള്ളത്. പക്ഷേ ഓണറേറിയം കൂട്ടിക്കൊടുക്കേണ്ടതല്ലേ? 2000 രൂപ ഓണറേറിയം എന്നത് മാറ്റേണ്ടതല്ലേ പ്രശാന്ത് കേന്ദ്രം? അല്ല, അത് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതാണ് Debate with Dr. Arun Kumar.